ഹായ്, വെൽക്കം ടു ക്രാക്ക് വൺ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കറണ്ട് അഫയേഴ്സ് ആണ് ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതൊന്ന് നോക്കാം. കാരണം കറണ്ട് അഫയർ എന്ന് പറയുന്നത് PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ. ഇപ്പോൾ 2025 കഴിയാൻ പോവാണ്. ഇനിയിപ്പം നമ്മൾ അധികം വൈകാതെ തന്നെ ഒരുപാട് എക്സാമുകൾ ഫേസ് ചെയ്യാൻ പോവാണ്. ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. പ്രിലിംസ് ആയിട്ട് മെയിൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 20 മാർക്ക് വരെ സ്കോർ ചെയ്യാവുന്നതാണ് നമ്മൾ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. 20 മാർക്കിന് വരെ അവർ കറണ്ട് അഫയർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് കറണ്ട് അഫയർ എന്ന് പറയുന്നത്. അപ്പം അത് നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സാമ്പത്തിക തട്ടിപ്പുകൾ തടയിടാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ട്രൈ ആരംഭിച്ച പ്രത്യേക നമ്പർ സീരീസ് ആണ് 1600. ഏതാണ് 1600 സാമ്പത്തിക തട്ടിപ്പുകൾ എന്ത് തടയാനായിട്ട് സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനായിട്ട് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി ട്രൈ ആരംഭിച്ച പ്രത്യേക നമ്പർ സീരീസ് ആണ് 1600. ഏതാണ് 1600. ഇനി കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം ഏതാണ്? NS ഹോസ്പിറ്റൽ ആട്ടോ. കൊല്ലം ജില്ലയിലുള്ള NS ഹോസ്പിറ്റലാണ് കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം. ഏതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ സഹകരണ സംഘം കേട്ടോ. ഈ അവാർഡ് ലഭിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സഹകരണ സംഘമാണിത്. അതേതാണ് NS ഹോസ്പിറ്റൽ കൊല്ലം. ഈ 2025 ഡിസംബറിൽ സുപ്രീം കോടതി അനുമതി നൽകിയ കേരളത്തിലെ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്ന എവിടെയാണ്? അത് കാട്ടാക്കട ഉണ്ടോ. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് ഇത് നിലവിൽ വരുന്നത്. എവിടെയാണ്? ഈ തിരുവനന്തപുരത്ത് കാട്ടാക്കട. എന്താണ് അതിന്റെ പ്രത്യേകത? ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് അത് ആരൊക്കെ അനുമതി കൊടുത്തത്? സുപ്രീം കോടതി. 2025 ഡിസംബറിൽ സുപ്രീം കോടതി ആട്ടോ അനുമതി കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആണത്. എവിടെയാണത്? കാട്ടാക്കട, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കുർണൂൾ. എവിടെയാണ്? കുർണൂലാണ് ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ സിറ്റി. ഡ്രോൺ സിറ്റി പദ്ധതി എവിടെയാണ് വരുന്നത്? ഇന്ത്യയിലാട്ടോ. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ സിറ്റി പദ്ധതി എവിടെയാണ് നിലവിൽ വരുന്നത്? കുർണൂൽ. 2025 ഇന്ത്യൻ റഷ്യ വാർഷിക ഉച്ചകോടി വേദിയായ രാജ്യം അതെവിടെയാണ്? അത് ഇന്ത്യ ഉണ്ടോ. നമ്മൾ ഇവിടെ വ്ളാഡിമിർ പുടിനൊക്കെ വന്നിട്ടില്ലായിരുന്നു? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് അവർ തമ്മിലുള്ള ഉച്ചകോടി കുറെ എഗ്രിമെന്റിലൊക്കെ അവർ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. കുറെ സന്ധികളിലും കുറെ കാര്യങ്ങളൊക്കെ അവർ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? അത് ഇന്ത്യ വെച്ചാണ് കേട്ടോ. ഒരുപാട് ഡീലിൽ ഇന്ത്യയായിട്ട് റഷ്യ ഒപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേദിയായിട്ടുള്ള എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചായിരുന്നു ഈ ഉച്ചകോടി നടന്നത്. ഇന്ത്യൻ റഷ്യൻ വാർഷിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? അപ്പം ഇന്ത്യയിലാണ്. ഈ 2025 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തി അതാരാണ്? വൈഭവ് സൂര്യവംശി കേട്ടോ. ക്രിക്കറ്റർ ആയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ T20 സെഞ്ചുറി നേടിയ വ്യക്തിയാണ് വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് ഗൂഗിളിൽ 2025 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാണത്? വൈഭവ് സൂര്യവംശിയാണ്. ഇനി 2025 ഡിസംബറിൽ പുതുക്കിയ RBIയുടെ റിപ്പോ റേറ്റ് എത്രയാണ്? പുതുക്കിയ RBI റിപ്പോ റേറ്റ് ഇത് എക്കണോമിക്സിന്റെ ഭാഗത്ത് വരുന്നതാണ്. എക്കണോമിക്സ് നമുക്ക് പഠിക്കുമ്പോൾ അറിയാലോ ഈ റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇത് ഡിഗ്രി ലെവലിലും +2 ലെവലിലൊക്കെ നന്നായിട്ട് ഇതിന് എക്കണോമിക്സിൽ ഈ ഭാഗങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ആണ് ഇത്. എന്താണ്? 2025 ഡിസംബറിൽ പുതുക്കിയ RBIയുടെ റിപ്പോ റേറ്റ് എത്രയാണ്? അത് 5.25%. എത്രയാണ്? 5.25% പുതുക്കിയ റിപ്പോ റേറ്റ്. അത് 2025 ഡിസംബറിൽ. ഇനിയിപ്പോ ചിലപ്പോൾ പിന്നെ മാറ്റം വരാൻ സാധ്യത. ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ നമ്മൾ ഇത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. എപ്പോഴും ഒരേ സംഭവത്തിൽ നിൽക്കൂല. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആക്കി ഇരിക്കണം. ഈ 2025 ഡിസംബറിൽ റിസർവ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ ചുമതലയേറ്റ ആരാണ്? ഉഷ ജാനകി രാമനാണ്. ആര്? ഉഷ ജാനകി രാമനാണ് 2025 ഡിസംബറിൽ റിസർവ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത്. ആരാണ്? ഉഷ ജാനകി രാമൻ. 2025 ഡിസംബറിൽ റിസർവ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ ആരാണ്? ഉഷ ജാനകി രാമൻ. ഈ 2025 ഡിസംബറിൽ തന്നെ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാണെന്നത് മോഹിത് ശർമ്മയാണ്. ആരാണ്? മോഹിത് ശർമ്മ. 2025 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാണ് മോഹിത് ശർമ്മ. ചൊവ്വയിൽ പ്രാചീന കാലത്ത് ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിന് തെളിവായി ഗവേഷകർ ഈ അടുത്ത് കണ്ടെത്തിയ പുരാതന നദീതട വ്യവസ്ഥ ഏതാണ്? പരാന വാലസ്. ഏതാണ്? പരാന വാലസ് ആണ് ചൊവ്വയിൽ പ്രാചീന കാലത്ത് ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിന് തെളിവായി ഗവേഷകർ ഈ അടുത്ത് കണ്ടെത്തിയ പുരാതന നദീതട വ്യവസ്ഥ. ഏതാണ്? പരാന വാലസ്. പരാന വാലസ്. ഇനി ഇന്ത്യയിൽ ആദ്യ AI അധിഷ്ഠിത ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഏതാണ്? അത് ഇന്ദ്രജാൽ റേഞ്ചർ ആണ്. ഏതാണ്? ഇന്ദ്രജാൽ റേഞ്ചർ ആണ് ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ. എന്താണ്? ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഏതാണ്? ഇന്ദ്രജാൽ റേഞ്ചർ. ഏതാണ്? ഇന്ദ്രജാൽ റേഞ്ചർ. ഈ 2025 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച കാലാവസ്ഥാ വ്യതിയാന സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 23 കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 23ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ഏത് ഉച്ചകോടിയാണ്? UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി. അതിലെ കാലാവസ്ഥാ വ്യതിയാന സൂചിക 2026 പുറത്തിറങ്ങി. അത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 23ാം സ്ഥാനമാണ് കേട്ടോ.
ഈ 2025 ക്രോസ് വേൾഡ് ബുക്ക് വിവർത്തന പുരസ്കാരം ലഭിച്ചതാണ് മനോജ് കുറൂറിനാണ് കേട്ടോ. ആർക്കാണ്? മനോജ് കുറൂറിനാണ് 2025 ക്രോസ് വേൾഡ് ബുക്ക് വിവർത്തന പുരസ്കാരം ലഭിച്ചത്. മനോജ് കുറൂർ. ഇനി പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യ സമർപ്പിത കോടതി മുറി നിലവിൽ വന്നത് എവിടെയാണ്? പഞ്ചാബാണ് കേട്ടോ. എവിടെയാണ്? പഞ്ചാബിലാണ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യ സമർപ്പിത കോടതി മുറി നിലവിൽ വരുന്നത്. എവിടെയാണ്? അത് പഞ്ചാബിലാണ് കേട്ടോ. പഞ്ചാബിലാണ് നിലവിൽ വരുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യ സ്വകാര്യ മേഖല നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യ സ്വകാര്യ മേഖല നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആദ്യ സ്വകാര്യ മേഖല നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത്. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കി ഇന്ത്യൻ താരം ചോദിച്ചാൽ ലക്ഷ്യ സെൻ കേട്ടോ. ഏതാണ്? ഓസ്ട്രേലിയയിൽ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം നേടി സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ചോദിച്ചാൽ ലക്ഷ്യ സെൻ ആണ്. ലക്ഷ്യ സെൻ ആണ് അത് കേട്ടോ. ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉൾക്കൊള്ളുന്ന പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ പേരെന്താണ്? ഇപ്പം ഓരോന്നിന്റെ പേര് മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ പല കാര്യങ്ങളുടെ പേര് മാറ്റി കഴിഞ്ഞു. അപ്പൊ ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ പേരുകൾ മിക്ക നമ്മൾ പഠിച്ചിരിക്കണം, കാരണം ഇതെല്ലാം PSC ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പേര് മാറ്റിയ പേരുകളെല്ലാം പഠിച്ചു വെക്കണം. അപ്പൊ പ്രധാനമന്ത്രി ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ പേരെന്താണ്? സേവാ തീർത്ത്. എന്താണ്? സേവാ തീർത്ത് എന്നാണ് പേര്. സേവാ തീർത്ത് എന്നാണ്. ഇനി 2025 ഫോർമുല 1 കാറോട്ട മത്സര ജേതാവാണ് ലാൻഡോ നോറിസ് ആണ്. ലാൻഡോ നോറിസ് ആണ് 2025 ഫോർമുല 1 കാറോട്ട മത്സര ജേതാവ്. ആരാണ്? ലാൻഡോ നോറിസ്. ലാൻഡോ നോറിസ്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത എവിടെയാണ്? അത് റബാത്ത് ആണ് കേട്ടോ. റബാത്ത്. 2026 ലോക പുസ്തക തലസ്ഥാനം. ലോക പുസ്തക തലസ്ഥാനം യുനെസ്കോ തിരഞ്ഞെടുത്തതാണ് റബാത്ത്. ഇനി ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ആർക്കാണ്? ഡൊണാൾഡ് ട്രംപിന്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഡൊണാൾഡ് ട്രംപിനാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണ്. എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം അതെവിടെയാണ്? അത് നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. ഇനി 2021 ഡിസംബറിൽ യുനിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായത് ആരാണ്? കീർത്തി സുരേഷാണ് കേട്ടോ. ആരാണ്? 2025 ഡിസംബറിൽ യുനിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായത് കീർത്തി സുരേഷാണ്. ഇനി സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ. സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അതേതാണ്? അങ്ങനെ വെച്ചാൽ കർണാടകയാണ്. ഏതാണ്? ഒരു സംസ്ഥാനത്തിന് വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 13 വനിതാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ കർണാടകയാണ്. ഈ ഇന്ത്യയിൽ ആദ്യ സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായിട്ട് പ്രത്യേക പുസ്തകങ്ങൾ പുറത്തിറക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് കേരളമാണ് കേട്ടോ. അതായത് കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ലിപിയിലുള്ള പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പുറത്തിറക്കി കേരളം. അങ്ങനെ ഇറക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അതായത് അങ്ങനെ ഇറക്കിയ സംസ്ഥാനമാണ് കേരളം കേട്ടോ. കേരളമാണ് അങ്ങനെ ഇറക്കിയ സംസ്ഥാനം. ഇനി കേരളത്തിലെ ആദ്യ ജെൻസി പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നവിടെ ആ CMS കോളേജ് കോട്ടയം കേട്ടോ. CMS കോളേജ് കോട്ടയത്താണ് ആദ്യ ജെൻസി പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത്. എവിടെയാണ്? CMS കോളേജ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യ പവിഴപ്പുറ്റ് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെ? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇന്ത്യയിൽ ആദ്യ പവിഴപ്പുറ്റ് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപില്. 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാണ് FC ഗോവയാണ് കേട്ടോ. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം 2025 നേടിയത് ഏത് ടീമാണ്? FC ഗോവ. ഇനി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം. ലോകത്തിലെ തന്നെ ആദ്യ രാജ്യം. കുട്ടികൾക്ക് 16 താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമം നിരോധനം ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം വെച്ചാൽ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയാണ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയത്. 2025 സ്ക്വാഷ് ലോകകപ്പിന് വേദിയാവുന്ന എവിടെയാണ്? ചെന്നൈയാണ് കേട്ടോ. 2025 സ്ക്വാഷ് ലോകകപ്പിന് വേദിയാവുന്ന നഗരം എന്ന് ചോദിച്ചാൽ ഏതാണ്? ചെന്നൈയാണ്. ചെന്നൈ. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? അത് ഗാൾവാനാട്ടോ. ഗാൾവാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം നിലവിൽ വന്നത്. എവിടെയാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം നിലവിൽ വന്നത് ഗാൾവാൻ. ഇനി 2020 ഡിസംബറിൽ ചൊവ്വയിൽ നിന്നും ഇടിമിന്നലിന് സമാനമായ ശബ്ദം റെക്കോർഡ് ചെയ്ത നാസയുടെ റോവർ ഏതാണത്? അത് പെർസിവറൻസ്. ഏതാണ്? പെർസിവറൻസ് ആണ് 2020 ഡിസംബറിൽ ചൊവ്വയിൽ നിന്നും ഇടിമിന്നലിന് സമാനമായ ശബ്ദം റെക്കോർഡ് ചെയ്ത നാസയുടെ റോവർ. അതാണ് പ്രത്യേകത. നാസയുടെ റോവറാണ് കേട്ടോ. അതാണ് പെർസിവറൻസ്. ഈ 2020 ഡിസംബറിൽ കേരള നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് യൂണിറ്റിൽ നോട്ട എന്നതിനെ ഉൾപ്പെടുത്തിയ ബട്ടൺ അതേതാണ്? അത് എൻഡ് എന്ന് പറയുന്ന ബട്ടണാണ്. എൻഡ് എന്ന് പറയുന്നത്, അതായത് നോട്ട എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇല്ലായിരുന്നു ഇത്തവണ മറ്റേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതിന് പകരമായിട്ട് ബാലറ്റ് യൂണിറ്റിൽ ഉണ്ടായിരുന്നത് എൻഡ് എന്ന് പറഞ്ഞ ബട്ടണാണ്. എൻഡ് എന്നൊരു ബട്ടണായിരുന്നു ഈ നോട്ടയ്ക്ക് പകരമായിട്ട് അവർ വെച്ചിരുന്നത്. 2025 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാവുന്നത് ഹരിയാനയിലാണ് കേട്ടോ. എവിടെയാണ്?
ഹരിയാനയിൽ വെച്ചാണ് 2015 ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ വേദിയാവുന്നത്. അതെവിടെയാണ്? ഹരിയാനയുണ്ട്. പ്രത്യേക ശ്രദ്ധിക്കുക, ഹരിയാന. അപ്പൊ ഇത്രയാണ് കറണ്ട് അഫയർ, ഇന്നത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ നല്ല ക്ലാസ്സുകളായിട്ട് ഇനി വരും. അപ്പൊ എല്ലാവരും നന്നായിട്ട് കറണ്ട് അഫയർ നോക്കുക. കാരണം നമ്മുടെ മുന്നിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇത്രയും എക്സാമുകൾ ഇനിയിപ്പോൾ അടുത്തെങ്ങും വരാനില്ല. കാരണം ഈ എല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് വരുന്നത് ഈ എക്സാമുകൾക്കൊക്കെ. കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, VFA, അങ്ങനെ ഒരുപാട് എക്സാമുകൾ വന്ന് കിടപ്പുണ്ട്. ഡിഗ്രി ലെവൽ, 10th ലെവൽ, പിന്നെ ഡിഗ്രികൾക്ക് പറ്റുന്ന LGS, അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ ലെവലിലുള്ള എക്സാമുകളാണ് വന്നിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അതിനൊപ്പം CPO, WCPO ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.